ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്ന ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഒരു ദിവസം ഞാൻ എന്തൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നുള്ളൊരു വീഡിയോ. സംഭവം എല്ലാവരും യൂട്യൂബിലും ഷോർട്സിലൊക്കെ ഇങ്ങനെ ഇടുന്നുണ്ട്. അപ്പോൾ എനിക്കും ഒരാഗ്രഹം, ഒരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇന്ന് രാവിലെ മുതൽ രാത്രി വരെ ഞാൻ കഴിക്കുന്ന ഭക്ഷണങ്ങളെന്ന് നോക്കാം. എന്തായാലും കാര്യമായിട്ട് ഞാൻ കഴിക്കും, കാരണം ഞാൻ വളരെ വിശപ്പിൻ്റെ അസുഖമുള്ള ഒരാളാണ്. എന്ത് കിട്ടിയാലും കഴിക്കും. അതാണ് എൻ്റെ ഒരു എന്താ പറയുക, ഒരു പോളിസി എന്ന് വേണമെങ്കിൽ പറയാം. ഡയറ്റ് എടുക്കണം എന്നൊക്കെ കുറേ ദിവസമായി വിചാരിക്കുന്നത്, പക്ഷേ നടക്കുന്നില്ല. ആദ്യം നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കട്ടെ എന്നാണ് ഇപ്പോൾ എൻ്റെ ആഗ്രഹം. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ പ്രഭാത ഭക്ഷണം എന്ന് പറയുന്നത് പുട്ട് ചെറുപയർ കറിയാണ്. ആഹാ, നല്ല കോമ്പിനേഷൻ അല്ലേ. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മുടെ അമ്മമാർ പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി തരുന്നത് എന്തായിരിക്കും? വേഗം പുട്ടും ചെറുപയർ കറിയായിരിക്കും അല്ലേ. പുട്ടാകുമ്പോൾ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റാണല്ലോ. ആ പുട്ടും ചെറുപയർ കറിയാണ് ഇന്ന് ഞാൻ പയറ്റിയിട്ടുള്ളത്. അന്ന് അമ്മമാർ ഇറക്കിയ അതേ അടവുകൾ തന്നെയാണ് ഇന്ന് നമ്മളും ഇറക്കുന്നത്. എളുപ്പത്തിനായിട്ട് ഒന്ന് നേരം വൈകി നീക്കിയേ അല്ലെങ്കിൽ ഒന്ന് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ നമ്മൾ വേഗം അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കുക. പുട്ടും ചെറുപയർ കറിയായിരിക്കും. അങ്ങനെ ഇന്ന് ഞാനും അത് തന്നെയാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ഞാൻ കഴിക്കുന്ന സമയത്ത് എൻ്റെ പഴയ ഓർമ്മകളെ അയവിറക്കിക്കൊണ്ടായിരുന്നു ഞാൻ പറയുന്നത്. എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, പക്ഷേ ജാനിയുടെ കലബില എന്നുള്ള സൗണ്ട് കൊണ്ട് ഒന്നും കേൾക്കുന്നില്ല. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, എനിക്ക് പണ്ട് ഇഷ്ടമില്ലാത്തൊരു സംഭവമായിരുന്നു ഈ ചെറുപയർ കറി. കാരണം എന്തായിരുന്നു, പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിലും ചെറുപയർ കറി, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിലുണ്ടാക്കുന്ന ചെറുപയർ കറി തെറ്റിപ്പോയി ചെറുപയർ കറി. അതുകൊണ്ട് തന്നെ ആകത്തിലൊരു ഇഷ്ടക്കേടായിരുന്നു അന്ന്. പക്ഷേ ആ കാലത്തിനൊക്കെ ശേഷം ഇന്നത്തെ കാലം നമ്മൾ അതൊക്കെ ആസ്വദിക്കുന്നു അല്ലേ. അന്നത്തെ ആ ചെറുപയർ കറിയും കഞ്ഞിയും ഒക്കെ കുടിക്കാൻ ഇപ്പോഴും ആഗ്രഹം തോന്നുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ഇന്ന് പ്രഭാത ഭക്ഷണം അങ്ങനെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. അങ്ങനെ അതിന് ശേഷം നമ്മളിങ്ങനെ എന്താ ചെയ്തുകൊണ്ട് നിൽക്കേണ്ടതെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ജാനി കരയാൻ തുടങ്ങിയത്. പൈനാപ്പിളോ എന്ന് പറഞ്ഞിട്ട്. കാരണം എനിക്ക് ഒക്കത്തിനൊരു സ്റ്റാർട്ടിങ് ട്രബിളാണ്. എന്തെങ്കിലുമൊക്കെ ഒന്ന് തുടങ്ങണമെങ്കിൽ ചോറും കറിയൊക്കെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോഴാണ് ജാനിക്ക് പൈനാപ്പിൾ ഏട്ടൻ മുറിക്കുന്നത് ഞാൻ വീഡിയോ എടുത്തത്. കാരണം അപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഏട്ടൻ പറഞ്ഞാൽ കുറച്ച് കിട്ടുന്ന സൈഡിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം നല്ല ഡീസൻറ്റിലാണ് ഏട്ടൻ മുറിക്കുന്നത്. അങ്ങനെ നമ്മൾ നല്ല നീറ്റിൽ പൈനാപ്പിളൊക്കെ മുറിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ നമ്മൾ ആരും എടുത്ത് കഴിച്ചില്ല കേട്ടോ, കാരണം വീഡിയോ എടുക്കണ്ടേ, കുറച്ച് അത്യാവശ്യം നല്ല ഭംഗിയിൽ മുറിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഏട്ടൻ നല്ല രീതിയിലൊക്കെ മുറിച്ച് പ്ലേറ്റിലാക്കി തന്ന് നമ്മളത് കഴിക്കുന്ന സമയത്ത് വീഡിയോ എടുത്ത്. അപ്പോൾ ജാനീൻ്റെ ഏകദേശം ഒരു കരച്ചിൽ മാറി. പിന്നെ വീഡിയോയ്ക്കുള്ള പോസിങ് മാത്രമാണ് എടുത്തത്. അപ്പം അങ്ങനെ തിന്നുകാണ്ട് സൂപ്പർ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിൻ്റെ അവസാനം പണി കിട്ടിയിട്ടുണ്ട്. കാരണം കുറച്ച് റിയാക്ഷൻ വന്നിട്ടുണ്ട് ഈ പൈനാപ്പിൾ കഴിച്ചിട്ട്. പിന്നെ അങ്ങനെ നമ്മുടെ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ ചോറും കറിയും ഒക്കെ തയ്യാറായി. ചോറും കറിയും തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ മുഖത്ത് വന്ന ക്ഷീണം കണ്ടില്ലേ. കാരണം എന്താണ്, നല്ല അടിപൊളി ചൂടാണ് ഇവിടെ. ഇപ്പോൾ 53 ഡിഗ്രി സെൽഷ്യസിൻ്റെ മേലെ ആയിട്ടുണ്ട്. ഉച്ചയാകുമ്പോഴത്തേക്ക് നമ്മൾ കിച്ചണിലൊക്കെ നിന്നിട്ട് ഇങ്ങനെ ഉരുകും. കാരണം കിച്ചണിൽ AC ഇല്ല, നമ്മുടെ റൂമിലൊക്കെ AC ഉള്ളൂ. അപ്പോൾ കിച്ചണിൽ ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ ഞാൻ ആകെ ക്ഷീണിച്ച് അവശയായിട്ടാണ് ഇരിക്കുന്നത്. ചോറും കറിയൊക്കെ ആയിക്കഴിഞ്ഞ് എല്ലാവർക്കും ഒക്കെ കൊടുത്തു കഴിഞ്ഞ് എനിക്ക് വീഡിയോ എടുക്കുന്നതിനോണ്ട് ഞാൻ ലാസ്റ്റാണ് കഴിക്കുന്നത്. അങ്ങനെ നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ചോറും നല്ല ടേസ്റ്റുള്ള മീൻകറി. ഞാൻ എന്നെ തന്നെ വിമൽകുമാർ എന്ന് വിളിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കിയതിനെ പൊക്കി പറയാണ്. അങ്ങനെ നല്ല ടേസ്റ്റുള്ള നല്ല അയില മുളകിട്ടതും നല്ല അയില പൊരിച്ചതും പപ്പടും, അങ്ങനെ ലഘുവായിട്ടുള്ളൊരു ഉച്ചഭക്ഷണമാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ട്. അതികഠിനമായ ചൂടായതുകൊണ്ട് തന്നെ ഇപ്പം ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ പോളിങ് കുറവാണ് എല്ലാവർക്കും. പക്ഷേ എനിക്ക് അതില്ല കേട്ടോ. ഞങ്ങളങ്ങനെ പുറത്തൊന്നും പോയി പണിയെടുക്കുന്നില്ലല്ലോ. ആകെ കിച്ചണിൽ മാത്രം ഈ ചൂടത്ത് കയറേണ്ട ആവശ്യമുള്ളല്ലോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് AC പോയി ഇരിക്കാമല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ല പോളിങ്ങാണ്. പക്ഷേ ബാക്കിയുള്ളവരുടെ കാര്യമൊക്കെ നല്ല തന്നെയാണ്. പോരാത്തതിന് നമ്മളെ റെസ്റ്റോറൻറ്റിലാണെങ്കിലും ഇപ്പോൾ ചൂടായിട്ട് ഭയങ്കര സെയിലൊക്കെ കുറവാണ്. കാരണം എന്ന് വെച്ചാൽ ആൾക്കാർക്കൊന്നും ഭക്ഷണമൊന്നും വേണ്ട, എങ്ങനെയെങ്കിലും പണി കഴിഞ്ഞ് വീട്ടിൽ ഓടിയാൽ മതി എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ്. കാരണം ഈ ചൂടിനോടൊന്ന് പൊരുത്തപ്പെട്ട് വരണം ഇനി എല്ലാവരും. ഇനി അങ്ങോട്ടേക്ക് കുറച്ച് മാസങ്ങൾ ഈ ചൂട് ഇനിയും നമുക്ക് സഹിക്കാനുള്ളതാണ്. അങ്ങനെ വൈകുന്നേരമൊക്കെ കഴിഞ്ഞ് രാത്രിയിലേക്ക് എത്തി. വൈകുന്നേരം പിന്നെ ഞാൻ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ രാത്രിയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കഴിച്ചത് പൊറാട്ടയും പിന്നെ ഓംലേറ്റും ബാജിക്കറിയാണ് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നല്ല അടിപൊളിയായിരുന്നു.
അപ്പോൾ ജാനിക്ക് ഓംലെറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ജാനിക്ക് കൊടുത്ത്, ജാനിക്ക് പിന്നെ ഞാൻ ആദ്യമേ കൊടുത്തതാണ്. ജാനിക്ക് കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിക്കൽ. അപ്പോൾ ഞാൻ കഴിക്കുമ്പോൾ ജാനിക്ക് ഓംലെറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ ജാനിക്ക് ആദ്യം ഓംലെറ്റൊക്കെ കൊടുത്ത്, പിന്നെ ഞാൻ പൊറാട്ടയും ബാജിക്കറിയൊക്കെ കഴിച്ച് അങ്ങനെ നല്ല അടിപൊളിയായിട്ട് രാത്രിയിലത്തെ ഭക്ഷണവും കഴിഞ്ഞ്. ഞാൻ എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട്, അതൊന്നും കിട്ടുന്നില്ല വീഡിയോയിൽ. അങ്ങനെ ഇതാ നമ്മുടെ രാത്രിത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതാ ഏകദേശം കട ക്ലോസ് ചെയ്യാനായി. അതുകൊണ്ടാണ് ഇപ്പോൾ ബാജിക്കറി കിട്ടിയത്. എല്ലാ സാധനങ്ങളും തീർന്നു പോയി, അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. വൈകുന്നേരം പിന്നെ ഞാൻ അങ്ങനെ ചായ ഒന്നും കുടിക്കില്ല, ചായയെ ഞാൻ കുടിക്കില്ല. അതുകൊണ്ട് വൈകുന്നേരം ഒന്നും ഇല്ല, കടന്നുറങ്ങിയിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ബൈ.